ഭഗവതേ വാസുദേവായ. അനുഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം അത് പറയാൻ വന്നിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ അനുഭവമാണ്. ഞങ്ങൾ കുറേ കാലമായി ഇതുവരെ പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടിട്ടില്ല. അവിടെ തൊഴണമെന്ന് ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നായിരുന്നു. അപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, ഒരു ദിവസം നമ്മളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഹസ്ബൻഡിൻ്റെ കൂടെ ആ സമയത്ത് ഗൾഫിലായിരുന്നു. ഓരോ പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമല്ലാതെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ അതിനിടയിൽ പെട്ടെന്ന് പിതാവ് മരണപ്പെടുകയും ചെയ്തു. ഒരു പ്രാവശ്യം, അത് കഴിഞ്ഞൊരു പ്രാവശ്യം ഞാൻ വന്നപ്പോൾ എൻ്റെ അമ്മയും ആൻറ്റിയും അമ്മയുടെ അനിയത്തിയും, അതേപോലെ അവർ അനിയത്തിയുടെ 3 പെൺകുട്ടികളാണ്. അവരാണ് എൻ്റെ സിസ്റ്റേഴ്സ്. അതിൽ 2 പേര് വിധവകളാണ്. അപ്പോൾ അവരും പറഞ്ഞു, നമുക്ക് ഭയങ്കര ആഗ്രഹം, എനിക്ക് തൊഴണമെന്ന് ചേച്ചി, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ചേച്ചി ഉണ്ടാകും, ഞങ്ങൾക്കൊരു ധൈര്യമാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് യാത്ര ചെയ്തുള്ള ആ പരിചയവും എല്ലാം കണക്കിലെടുത്താണ് അവരങ്ങനെ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് റൂം കിട്ടണമല്ലോ. അങ്ങനെ റൂം കിട്ടണതിൻ്റെ ആവശ്യത്തിന് എൻ്റെ അച്ഛൻ്റെ അറിയുന്ന ഒരു പരിചയക്കാരൻ ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരം പോകുന്ന ആളോട് പറഞ്ഞപ്പം അയാൾ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു റൂം തയ്യാറാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ ഇൻ്റർസിറ്റിക്ക് രാവിലെ പുറപ്പെട്ട് ഉച്ചയ്ക്ക് അവിടെ എത്തുകയും വൈകിട്ട് കുളിച്ച് തൊഴാൻ ക്ഷേത്രത്തിലെത്തുകയും ചെയ്തു. ക്ഷേത്രത്തിൽ ഞങ്ങൾ 5 പേര് എത്തിയ ഉടനെ ഞങ്ങൾക്കറിയുന്ന പോലെയൊക്കെ ആദ്യമായിട്ട് വരികയാണല്ലോ, ഓരോ ആളുകളോട് ചോദിച്ച് ഭഗവാനെ തൊഴുതു. ക്ഷേത്രങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ തൊഴുതു. അങ്ങനെ ഒരു തൃപ്തിയായിട്ട് ഇരിക്കുമ്പോൾ കുറച്ച് അമ്മയും ആൻറ്റിയും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഞങ്ങൾ തൊഴുത് കഴിഞ്ഞപ്പോൾ, അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ക്ഷേത്രത്തിൽ തൊഴുത് കഴിയുമ്പോൾ അവർക്ക് കാല് കഴിക്കുന്നു പറഞ്ഞപ്പോൾ അവരോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങളൊന്ന് ചുറ്റി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 3 പേരും ഇവിടെ തന്നെ ഇരിക്കണേ, നിങ്ങളെവിടെയും പോകരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ അവരവിടെ ഇരുന്നു. ഞങ്ങൾ 3 പേരും പെട്ടെന്ന് അവിടുന്ന് മുഴുവനൊന്ന് കാണാം, കുറച്ചൊക്കെ കാണാൻ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ ഉള്ളിൽ, ഭഗവാന്റെ ആദ്യമായിട്ട് വന്നതല്ലേ, നമുക്ക് കാണാത്ത സ്ഥലം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എതിർദിശയിൽ നിന്നൊരു ആജാനബാഹു എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു ഐറ്റവും നല്ല മേൽമുണ്ടും കസവും മുണ്ടൊക്കെ എടുത്തൊരു അദ്ദേഹം വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ കോഴിക്കോട് നിന്ന് വരുന്ന സഹോദരിമാരാണോ? അപ്പം ഞങ്ങൾ തിരിഞ്ഞു നോക്കി. കാരണം ഞങ്ങൾക്ക് പരിചയമുള്ള ആളൊന്നുമല്ലല്ലോ. പിന്നെ അപ്പോൾ വേറെ ആരുമില്ല. നിങ്ങൾ ആണോ? ഞാൻ പറയാം, ഞങ്ങൾ കോഴിക്കോട് നിന്നുള്ള സഹോദരിമാർ തന്നെ. എന്നാൽ വരൂ, എനിക്കൊരു നിയോഗമുണ്ട്, നിങ്ങളെ ഇതൊക്കെ കാണിച്ചു തരണം എന്ന്. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. വരൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നാലെ പോയി. ഞങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളും, ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും, അവിടെ ഓരോ തൂണുകളിൽ നിന്ന് നാദമുണ്ടാകുന്നതും എന്ന് വേണ്ട ഒരു ഗൈഡ് പറഞ്ഞു തരുന്ന പോലെ ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തരികയും, അവിടുന്ന് രാജകുടുംബങ്ങൾ മാത്രം പ്രവേശനം അനുവദിക്കുന്ന സ്ഥലങ്ങളിൽ വരെ ഞങ്ങളെ കയറ്റുകയും ഞങ്ങളെ തൊഴാനും എല്ലാ സഹായങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം പറഞ്ഞു തരികയും ഞങ്ങൾക്ക് വളരെ അതിശയം തോന്നി. ഞങ്ങളെ കണ്ണ് നിറഞ്ഞു പോയി, ഇത് ആരാണെന്നുള്ള. അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ചു, സാർ ആരാണ്, സാറിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് രഘുനാഥനാണ്. വാ, നിങ്ങൾ ഭഗവാനെ തൊഴണ്ടേ, നിങ്ങൾക്ക് തൊഴണ്ടേ? ഞങ്ങൾ ഭഗവാനെ തൊഴുതു. എന്നാൽ സാരില്ല, ഒന്നും കൂടി വരുമെന്നുണ്ട്. പത്മനാഭസ്വാമീൻ്റെ ആ ആ ഭാഗത്ത് പിന്നെയും ഞങ്ങളെ കടത്തി. ഞങ്ങൾ ഒന്നും കൂടി തൊഴുതോളൂ, സാരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയും ആൻറ്റിയുണ്ട്, അവരവിടെ ഇരിക്കട്ടെ, വാ നിങ്ങൾ തൊഴുതോളൂ. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ തൊഴുതു. കുറേ സമയം, അങ്ങനെ 1 മണിക്കൂറിലധികം അങ്ങനെ ചിലവായി. ഞങ്ങൾ അമ്മയും ആൻറ്റിയെ മറന്ന മാതിരിയായിപ്പോയി. പക്ഷേ എന്നാലും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുമുണ്ട്, ഒന്നും പേടിക്കേണ്ട, അവരവിടെ തന്നെ ഉണ്ടാവും, ക്യാമറ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കെല്ലാം കാണിച്ചു തന്നു, എല്ലാ ഐതിഹ്യങ്ങളും പറഞ്ഞു തന്നു, എല്ലാം മനസ്സിലാക്കി തന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സാറിനെ ഒന്ന് പാദം തൊട്ട് നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു. പേരെന്തെന്ന് വെച്ചാൽ രഘുനാഥ് എന്ന് പറഞ്ഞു. പിന്നെ നാളെ ഞങ്ങൾ വന്നാൽ സാറിനെ കാണും, ഞാനിവിടത്തെ തന്നെ ഉണ്ടാവും, നിങ്ങൾ വന്നോളൂ, ഞാനിവിടെ തന്നെ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഫോൺ നമ്പർ ഉണ്ടോയെന്ന് ചോദിച്ചു. ഫോൺ നമ്പർ പറഞ്ഞു തന്നു. അന്ന് എൻ്റെ അടുത്ത് മൊബൈലുണ്ട്, പക്ഷേ റൂമിലായിരുന്നു. പെട്ടെന്ന് നമ്പർ പറഞ്ഞു തന്നിട്ട് നോട്ട് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കയ്യിൽ. പക്ഷേ മനസ്സിലിങ്ങനെ പറഞ്ഞു നോക്കി, പക്ഷെ അത് മറന്നുപോയി. അങ്ങനെ ഞങ്ങളിതെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി വരൂ, നിങ്ങൾക്ക് അമ്മമാരെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തി നോക്കുമ്പോൾ അവിടെ അവരില്ലായിരുന്നു. ഞങ്ങളാകെ ഒന്നും പേടിക്കണ്ട, നിങ്ങൾ ബേജാറൊന്നും ആവണ്ട, ഞാൻ കാണിച്ചു തരാം, ഇവിടെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്, ക്യാമറ ഉണ്ട്. അങ്ങനെ ഞങ്ങളെ മെയിൻ കവാടത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ നോക്കുമ്പോൾ പുറത്തുള്ള സ്ഥലത്ത്, ഞങ്ങൾ ചെരുപ്പ് അഴിച്ച് വെച്ച സ്ഥലത്ത്, ഞങ്ങളെ ചെരുപ്പ് അവർക്കറിയാമല്ലോ, അവിടെ അവർ നിൽക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ അവർ ബാത്റൂമിലൊക്കെ പോകാൻ തോന്നിയപ്പോൾ പോയിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതാ അമ്മയോ ആൻറ്റിയോ ആണെന്ന് പറഞ്ഞപ്പോൾ കൈകൊണ്ട് പരസ്പരം വണങ്ങി. അവർ അതിശയപ്പെട്ടു പോയി, ഇതാരും ഞങ്ങൾക്ക് പരിചയമുള്ള ആരും തിരുവനന്തപുരത്ത് നിന്ന് വിചാരിച്ചു പോയി. അപ്പോൾ അവിടെ നിന്ന് അവരൊക്കെ വണങ്ങി, ഇനി ഞാൻ പോകുകയാണ്, നാളെ നിങ്ങൾ വന്നാൽ കാണാമെന്ന് പറഞ്ഞ് പിരിഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ നേരത്തെ പോയി ഈ രഘുനാഥ് എന്ന് പറഞ്ഞ പേരിൽ തലേ ദിവസം ഞങ്ങളെ കൂടെ വരുമ്പോഴും പല ആളുകളും വണങ്ങുന്നതായിട്ടൊക്കെ ഞങ്ങൾക്ക് തോന്നി. പക്ഷേ രഘുനാഥ് എന്ന് പറഞ്ഞൊരു പേര് ചോദിച്ചിട്ട് അവിടെ ആർക്കും അറിയില്ലായിരുന്നു. ആർക്കും അറിയില്ല. ഞങ്ങൾ തിരഞ്ഞു നടന്നിട്ട് അങ്ങനെ ഒരാളേ ഇല്ല. ഞങ്ങൾ തൊഴുതും മടങ്ങി. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ആൾ ആരാണെന്നുള്ളത് മനസ്സിൽ ഞങ്ങൾ വിലയിരുത്തി. അതെല്ലാം ഭഗവാന്റെ ഒരു മായ തന്നെ. ഇന്നും